എല്ലാവർക്കും നമസ്കാരം. വയനാടൻ ചെട്ടി സമുദായ സൊസൈറ്റി തമിഴ്നാട് സമിതിയും തമിഴ്നാട് വനിതാവേദി അംഗങ്ങളും ചേർന്ന് നടത്തുന്ന ഈ ഓൺലൈൻ രാമായണ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കറിയാം, ഇന്ന് കർക്കിടകം 26. നമ്മുടെ ഈ ഓൺലൈൻ രാമായണ പാരായണം ഈ കഴിഞ്ഞു പോയ ദിനങ്ങളിലെല്ലാം ഈ പരിപാടിയിൽ പങ്കെടുത്ത് സഹകരിച്ച് ഈ പരിപാടി ഭംഗിയാക്കി തീർത്ത നമ്മുടെ ഇപ്പൊ എല്ലാ പ്രാദേശിക അംഗങ്ങളോടും ഞാൻ ഈ അവസരത്തിൽ എന്റെ സ്നേഹവും സന്തോഷവും അറിയിക്കട്ടെ. പിന്നെ ഈ ഓൺലൈൻ രാമായണ പാരായണം എന്ന ആശയം നമ്മളിലേക്ക് എത്തിച്ച് നമ്മുടെ മനസ്സിൽ പുത്തൻ ഉണർവ് നൽകി ഈ രാമായണ മാസം ധന്യമാക്കി തീർക്കാൻ സഹായിച്ച ഇതിന്റെ സംഘാടകരോടും ഇതിന്റെ അണിയറ പ്രവർത്തകരോടും ഈ സമയം ഞാൻ എന്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. പിന്നെ ഇന്നത്തെ നമ്മുടെ ഈ പരിപാടി നടത്തുന്നത് വെള്ളച്ചാൽ പ്രാദേശികവും തിരുമംഗലം പ്രാദേശികവും ചേർന്നാണ്. ആമുഖം സത്യഭാമ ഉണ്ണികൃഷ്ണൻ, സ്വാഗതം ധന്യ പ്രസീദ്, പാരായണം സത്യഭാമ ടീച്ചർ, രുക്മണി ടീച്ചർ, ശിവജ സനീഷ്. കഥാ സന്ദേശം അഡ്വക്കേറ്റ് അശോകൻ സാർ, കടലി. നന്ദി പ്രസന്ന ശിവൻ. ശ്ലോകം അനാമിക അനീഷാൻ അനി കൃഷ്ണ. അവർക്ക് ഏവർക്കും നമ്മുടെ സമിതിയുടെ പേരിൽ ഞാൻ ആശംസകൾ അറിയിക്കുകയാണ്. അടുത്തതായി സ്വാഗതം ചെയ്തതിനായി ധന്യെ ക്ഷണിക്കുന്നു. താങ്ക് യു. വയനാടൻ ചെട്ടി സർവീസ് സൊസൈറ്റി തമിഴ്നാടിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിവരുന്ന രാമായണ പാരായണം 25 ദിവസം പിന്നിട്ടിരിക്കുക. 26-ാം ദിവസമായ ഇന്ന് വെള്ളച്ചാൽ സമിതിയും തിരുമംഗലം സമിതിയും ചേർന്നാണ് രാമായണ പാരായണം നിർവഹിക്കുന്നത്. എല്ലാ പ്രാദേശിക സമിതിയിലെയും അംഗങ്ങൾക്ക് പങ്കെടുക്കാനുള്ള അവസരം ഒരുക്കിക്കൊണ്ടാണ് സംഘാടകർ രാമായണ പാരായണം ക്രമീകരിക്കുന്നത്. കാലാനുസൃതമായ മാറ്റം പ്രകൃതിയെയും മനുഷ്യനെയും ജീവിത രീതികളെയും മാറ്റിമറിക്കുന്ന ഈ സാഹചര്യത്തിൽ ഓൺലൈനിൽ കൂടി നമ്മുടെ സമുദായത്തിന് വേണ്ടി ഇതുപോലെയുള്ള കാര്യങ്ങൾ തുടർന്ന് ചെയ്യാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. WCSന്റെ തമിഴ്നാടിന്റെ പ്രസിഡന്റ് ശ്രീ വേണു മണൽവയൽ അവർകൾക്കും അതോടൊപ്പം വൈസ് പ്രസിഡന്റ് ശ്രീ വിജയൻ ചെറുകുന്ന അവർകളെയും കൂടാതെ സംഘാടക സമിതി അംഗങ്ങളായ ശ്രീ ശിവദാസൻ കോളിമാട്, ശ്രീ രാജേഷ് പാട്ടവയൽ എന്നിവരെയും സാങ്കേതിക സഹായം ചെയ്തുകൊണ്ടിരിക്കുന്ന അഭിമന്യു, അഭിനന്ദന എന്നിവരെയും സ്വാഗതം ചെയ്യുന്നു. തമിഴ്നാട് സമിതിയിലെ മറ്റെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നതോടൊപ്പം പോഷക സംഘടനയായ വനിതാവേദി പ്രവർത്തകരെയും സ്വാഗതം ചെയ്യുന്നു. കേന്ദ്ര സമിതി പ്രസിഡന്റ് ശ്രീ അമ്പലക്കുണ്ട് ശ്രീധരൻ അവർകളെയും സ്വാഗതം ചെയ്യുന്നു. എല്ലാ പ്രാദേശിക സമിതി അംഗങ്ങളെയും രാമായണ പാരായണം പരിപാടിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പാരായണം നടത്തുന്ന വെള്ളച്ചാൽ സമിതിയിലെ ശ്രീ സത്യഭാമ ടീച്ചർ അവർകളെയും ശിവജ സനീഷ് അവർകളെയും തിരുമംഗലം സമിതിയിലെ ശ്രീമതി രുക്മണി ടീച്ചർ അവർകളെയും സ്വാഗതം ചെയ്യുന്നു. തന്റേതായ തിരക്കുകൾ മാറ്റിവെച്ചുകൊണ്ട് സന്ദേശം നൽകുന്നതിനായി എത്തിച്ചേർന്നിരിക്കുന്നത് അഡ്വക്കേറ്റ് ശ്രീ അശോകൻ കടലി അവർകളാണ്. സുൽത്താൻ ബത്തേരി ബാർ അസോസിയേഷൻ പ്രസിഡന്റും മുട്ടിൽ വിവേകാനന്ദ ഹോസ്പിറ്റൽ രക്ഷാധികാരി, സുൽത്താൻ ബത്തേരി മഹാഗണപതി ക്ഷേത്രത്തിലെ വൈസ് പ്രസിഡന്റ് എന്നീ സ്ഥാനങ്ങൾ അലങ്കരിക്കുന്ന അഡ്വക്കേറ്റ് ശ്രീ അശോകൻ കടലി അവർകളെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ആമുഖം പറഞ്ഞ ശ്രീമതി സത്യഭാമ ഉണ്ണി അവർകളെയും സ്വാഗതം ചെയ്യുന്നു. നന്ദി പറയുന്നത് തിരുമംഗലം വനിതാവേദി ഗജാഞ്ചിയായ ശ്രീമതി പ്രസന്ന ശിവൻ അവർകളാണ്. അവരെയും സ്വാഗതം ചെയ്യുന്നു. ശ്ലോകം അവതരിപ്പിക്കുന്നത് അനാമികയും അനൽ കൃഷ്ണയും ആണ്. അവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ രാമായണ പാരായണം നിർവഹിക്കുന്നതിനായി ശ്രീമതി സത്യഭാമ ടീച്ചറെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ശ്രീ ഗണപതായി നമസ്തേ. ഇന്ന് പാരായണം ചെയ്യുന്ന ഭാഗം യുദ്ധാരംഭം ആണ്. വാനരസേനയും കണ്ടകമേ ബഹുമാനവും കൈക്കൊണ്ടിരിക്കും ദശാന്തരെ, യുദ്ധത്തിനായി രജനിചരവീരരെ സത്വരം തത്ര വരുത്തി വാഴും വിധോ. രാവണനെ കണ്ടു കോപിച്ചു രാഘവദേവനും സൗമിത്രിയോട് വിൽവാങ്ങിനാൻ. 10 കിരീടവും കൈകേൾ 20 വൃത്രനോടൊത്ത ശരീരവും ശൗര്യവും. 10 കിരീടങ്ങളും കുടയും നിമിഷാർദ്ദേന ഖണ്ഡിച്ച നേരത്ത് രാവണൻ നാണിച്ചു താഴത്തിറങ്ങി ഭയം കൊണ്ടു ബാണത്തെ നോക്കി ചരിച്ചിടിനാൻ. മുഖ്യ പ്രഹസ്ത പ്രമുഖന്മാരൊക്കവേ വന്നു തൊഴുതോരനന്തരം യുദ്ധമേറ്റിടുവിൻ കോട്ടയിൽ പുക്കടച്ചത്യന്ത വീത്യ വസിക്കയില്ലത്ര നാം. വേരി മൃദംഗടക പാണവനാഗ ദാരുണ ഗോമുഖാദ്യങ്ങൾ
വാദ്യങ്ങളും വാരണാശോഷ്ട്രഹരഹരി ശാർദൂല സൈര്യഭാസ്യന്തനാമുഖ്യയാനങ്ങളിൽ ഗഡ്ഗശൂലേഷു ചാവപ്രാസതോമര മുൽഗരായഷ്ടി ശക്തിച്ചുരികാദികൾ ഹസ്തേ ധരിച്ചുകൊണ്ടസ്തവീത്യാജവും യുദ്ധസന്നദ്ധരായ യുദ്ധബുദ്ധിയോടബ്ദികേളദ്രികേളുർബിയം തൽക്ഷണ ഉദ്ധുതമായിതു സത്യലോകങ്ങളും ഭദ്രഹസ്താശയിൽ പ്രഹസ്തനും ഭദ്രം തഥാ ദക്ഷിണാദിക്കിലും ദുശബ്ദനാരിയാം മേഘനാഥൻ തഥാ പശ്ചിമഗോപുരദ്വാരി പുക്കിടിനാൻ മിത്രവർഗ മാതൃവൃത്യ ജനത്തോടു ഉത്തരധാരി പുക്കാൻ ദശഭക്തനും നീലനും സേനയും പൂർവതീ ഗോപുരെ വാലീതനയനും ദക്ഷിണാഗോപുരേ വായുതനയനും പശ്ചിമഗോപുരേ മായാ മനുഷ്യന ആദിനാരായണൻ മിത്രതനയ സൗമിത്രി വിഭൂഷണ മിത്ര സംയുക്തനായുത്തര ദിക്കിലും ഇത്തമുറപ്പിച്ചു രാഘവരാവണ യുദ്ധം പ്രവർത്തമായി വന്നു വിചിത്രമായി 1000 കോടി മഹാകോടികളോടും 1000 അർബുദമായിരം ശംഖങ്ങൾ 1000 പുഷ്പങ്ങൾ 1000 കൽപ്പങ്ങൾ 1000 ലക്ഷങ്ങൾ 1000 ദണ്ഡങ്ങൾ 1000 തൂളികൾ 1000 തോയോകര പ്രളയങ്ങൾ എന്നിങ്ങനെ സംഖ്യകളോടു കലർന്ന കവിബലം ലങ്കാപുരത്തെ വളഞ്ഞാരതിദ്രുതം പൊട്ടിച്ചെടുത്ത പാഷാണങ്ങളെ കൊണ്ടും മുഷ്ടികൾ കൊണ്ടും മൂസലങ്ങളെ കൊണ്ടും ഉർവീരുഹം കൊണ്ടും ഉർവീതരം കൊണ്ടും സർവതോ ലങ്കാപുരം തകർത്തിടിനാർ കോട്ടമതിലും കിടങ്ങും തകർത്തുടൻ കൂട്ടമിട്ടാർത്തു വിളിച്ചെടുക്കുന്നേരം ദൃഷ്ടി പോലെ ശരജ്ജാലം പൊഴിക്കയും വെട്ടുകൊണ്ടേറ്റു പിളർന്നു കിടക്കയും അസ്ത്രങ്ങൾ ശസ്ത്രങ്ങൾ ചക്രങ്ങൾ ശക്തികൾ അർദ്ധചക്ര ചന്ദ്രാകാരമായുള്ള പത്രികൾ ഗഡ്ഗങ്ങൾ ശൂലങ്ങൾ കുന്തങ്ങൾ ഈട്ടികൾ മുൽഗര പന്തികൾ ദിണ്ടിവാലങ്ങളും തോമരദണ്ഡം മൂസലങ്ങൾ മുഷ്ടികൾ ചാമീകര പ്രഭ പൂണ്ട ശസ്ത്രജ്ഞികൾ ഉഗ്രങ്ങളായുള്ള വജ്രങ്ങൾ ഇവ കൊണ്ടു നിഗ്രഹിച്ചിടിനാർ നത്തഞ്ചരേന്ദ്രരും ആർത്തി മുഴുത്തു ദശാസനവസ്ഥകൾ പേർത്തു മറിവതീനായ എച്ചിടിനാൻ ശാർദൂലനാദിയാം രാത്രീഞ്ചരന്മാരെ രാത്രിയിൽ ചെന്നാരേവരും കവികളായി മർക്കടേന്ദ്രന്മാർ അറിഞ്ഞു പിടിച്ചടക്കിക്കടാരോഷേണ കൊൽവാൻ തുടങ്ങുമ്പോൾ ആർത്തനാദം കേട്ടു രാഘവേനും കരുണാബ്ദ ബുദ്ധ്യ കൊടുത്താൻ അഭയം ദ്രുതം ചെന്നവരും സുഖസാരണരെ പോലെ ചൊന്നതു കേട്ടു വിഷാദേന രാവണൻ മന്ത്രിച്ചുടൻ വിദ്യുജ്ജംഹനുമായി ദശകന്ധരൻ വൈതിലി വാഴുമിടം പൂക്കാൻ രാമശിരസും ധനുസുമിതന്നുടൻ വാമാക്ഷി മുന്നിലമ്മാറു വെച്ചിടിനാൻ ആയോധനെ കൊന്നു കൊണ്ടുപോനേനെന്നു മായയാം നിർമ്മിച്ചു വച്ചതു കണ്ടപ്പോൾ സത്യമെന്നോർത്തു വിലാപിച്ചു മോഹിച്ചു മുക്താങ്കി വീണു കിടക്കും ദശാന്തരെ വന്നൊരു ദൂതൻ വിരകോടു രാവണൻ തന്നെയും കൊണ്ടുപോനീടിനാൻ അന്നേരം വൈദേഹി തന്നോടു ചൊന്നാൾ സരമയും ഗേതാമശേഷം അകലെ കളേകനി എല്ലാം ചതിയെന്നു തേറിയിടിതൊക്കവേ നല്ലവണ്ണം വരും 4 നാളിലുള്ളിൽ ഇങ്ങെല്ലൊരു സംശയം കല്യാണ ദേവതേ ചന്ദ്ര ചൂടപ്രിയനാകയോ മുണ്ടിവൻ ചന്ദ്രഹാസഖ്യമാളുമുണ്ടായുധം എല്ലാം നിരൂപിച്ചു ചിത്തമുറപ്പിച്ചു ചെല്ലണമല്ലോ കലഹത്തിനെന്നെല്ലാം ശിക്ഷിച്ചരുൾ ചെയ്തയച്ചോരനന്തരം ലക്ഷ്മണനും തൊഴുതാശുവിൽ വാങ്ങിനാൻ ജാനകി ചോരനെ കൊണ്ടൊരു നേരത്തു വാനര നായകനാകിയ മാരുതി തേത്തടം തന്നിൽ കുതിച്ചു വീണിടിന നാർത്തനായി വന്നു നിശാചരനാഥനും
ദക്ഷിണ ഹസ്തവും ഓങ്ങിപ്പറഞ്ഞിതു രക്ഷോ വരനോടു മാരുത പുത്രനും. നിർജ്ജരന്മാരെയും താപസന്മാരെയും സജ്ജനമായി മറ്റുമുള്ള ജനത്തെയും നിത്യമുപദ്രവിക്കുന്ന നിനക്കു വന്നിദ്ദുമാപത്തു കവികുലത്താലടോ. നിന്നെ അടിച്ചു കൊൽവാൻ വന്നു നിൽക്കുന്നു എന്നെ ഒഴിച്ചു കൊള്ളുവീരെന്നാകിൽ നീ. വിക്രമമേറിയ നിന്നുടെ പുത്രനാ നക്ഷകുമാരനെ കൊന്നതു ഞാനടോ എന്നു പറഞ്ഞൊന്നടിച്ചാൻ കവീന്ദ്രനും. നന്നായി വിറച്ചു വീണാൻ ദശകണ്ഠനും. പിന്നെ ഉണർന്നു ചെന്നാനിവിടേക്കിന്നു വന്ന കവികളിൽ നല്ല നല്ലോ ഭവാൻ. പിന്നെ ഉണർന്നു ചെന്നാനിവിടേക്കിന്നു വന്ന കവികളിൽ നല്ലോ ഭവാൻ. അടുത്ത ഭാഗം പാരായണം ചെയ്യുന്നതിനായി ശ്രീമതി രുക്മണി ടീച്ചറെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ഹരിശ്രീ ഗണപതായ നമഃ. ഇന്ന് എനിക്ക് പാരായണം ചെയ്യുവാനുള്ള ഭാഗം കുംഭകർണന്റെ നീതിവാക്യമാണ്. മാനവേന്ദ്രൻ പിന്നെ ലക്ഷ്മണൻ തന്നെയും വാനരരാജനാമർക്കാത്മജനെയും രാവണ ബാണവിദാരിതന്മാരായ പാവകപുത്രാദി വാനരന്മാരെയും സിദ്ധൌഷധം കൊണ്ടു രക്ഷിച്ചു. രാത്രിഞ്ചരേന്ദ്രനും ഭൃത്യജനത്തോടു പേർത്തും നിജാത്തികൾ ഓർത്തു ചൊല്ലിയിടിനാൻ. നമ്മുടെ വീര്യഫലങ്ങളും കീർത്തിയും നന്മയും അർത്ഥ പുരുഷകാരാദിയും നഷ്ടമായി വന്നിതൊടുങ്ങി സുഹൃതവും കഷ്ടകാലം നമുക്കാഗതം നിശ്ചയം. വേദാവുദാനുമാരൻ അനാരണ്യ ഭൂവനും വേദവതിയും മഹാനന്ദികേശനും രംഭയും പിന്നെ നളകൂപാരാദിയും ജംഭാരിമുമ്പാം നിലിംബവരന്മാരും കുംഭോദ്ഭവാദികളായ മുനികളും ശംഭുപ്രണയിനിയാകിയ ദേവിയും പുഷ്ടതപോബലം കൊണ്ടു പാതിവൃത്യ നിഷ്ഠയോടെ മരുമുന്ന സതികളും സത്യമായി ചൊല്ലിയ ശാപഭജസ്സുകൾ മിഥ്യയായി വന്നുകൂടാ എന്നു നിർണയം. ചിന്തിച്ചു കാൺമിൻ നമുക്കിനിയും പുനരൊന്നു നല്ല ജയിച്ചുകൊള്ളുവാരകോ. കാലാരി തുല്യനാകും കുംഭകർണനെ കാലം കളയാതുണർത്തുക നിങ്ങൾ പോയി. 6 മാസം കഴിഞ്ഞെന്നീ ഉണർന്നിടുമാറെല്ലാമൊന്നു ഉറങ്ങിയിട്ടില്ല വരും. 9 നാളെ കഴിഞ്ഞുള്ളൂ നിങ്ങളമ്പോട് ഉണർത്തുവിൻ വല്ല പ്രകാരവും. രാക്ഷസരാജനിയോഗേന ചെന്നോര രാക്ഷസരെല്ലാം ഒരുമ്പെട്ടുണർത്തുവാൻ ആനകദുന്ദുഭി മുഖ്യവാദ്യങ്ങളും മാനതേർക്കാലാൽ കുതിരപ്പടകളും കുംഭകർണോരസി പാഞ്ഞുമാർത്തും ജഗത്തമ്പം വരുത്തിനാരെന്തൊരു വിസ്മയം. കുംഭസഹസ്രം ജലം ചൊരിഞ്ഞിടിന കുംഭകർണശ്രവണാന്തരേ പിന്നെയും കുംഭിവരന്മാരെ കൊണ്ടു നാസാരേന്ദ്ര സംഭൂതരോമം പിടിച്ചു വലിപ്പിച്ചും തുമ്പിത്തരമറ്റലറിയുമാനകൾ ജംഭാരി വൈരിക്കും കമ്പമില്ലേതുമീ. ജംഭാസമാരംഭമോടുണർന്നിതു സംഭ്രമിത്തോടിനാരാസരവീരനും കുംഭസഹസ്രം നിറച്ചുള്ള മദ്യവും കുംഭസഹസ്രം നിറച്ചുള്ള രക്തവും സംഭോജ്യമന്നവും കുന്നുപോലെ കണ്ടോ ഇമ്പം കലർന്നെഴുന്നേറ്റിരുന്നീടിനാൻ. ദ്രവ്യങ്ങളാദിയായി മറ്റു ജീവനദ്രവ്യമെല്ലാം പൂജിച്ചാനന്ദ ചിത്തനായി ശുദ്ധാചമനവും ചെയ്തിരിക്കും വിധവും വൃത്യജനങ്ങളും വന്നു വണങ്ങിനാർ. കാര്യങ്ങളെല്ലാം അറിയിച്ചുണർത്തിയ കാരണവും കേട്ടു പങ്ക്തി കണ്ടാനുജൻ. എങ്കിലോ വൈരികളെ കൊല ചെയ്തു ഞാൻ സങ്കടം തീർത്തു വരുവനെന്നിങ്ങനെ ചൊല്ലിപ്പുറപ്പെട്ട നേരം മഹോദരൻ മെല്ലെ തൊഴുതു പറഞ്ഞാനതു നേരം. ജ്യേഷ്ഠനെ കണ്ടു തൊഴുതു വിടവാങ്ങി വാട്ടം വരാതെ പൊയ്ക്കൊള്ളുക നല്ലത്. ഏവം മഹോദരൻ ചൊന്നതു കേട്ടവൻ രാവണൻ തന്നെയും ചെന്നു വണങ്ങിനാൻ. ഗാഢമായാലിംഗനം ചെയ്തിരുത്തിനാനോടമോദം നിജ സോദരൻ തന്നെയും ചിത്തേ ധരിച്ചതിൽ ഓർക്കണീ കാര്യങ്ങൾ
വൃത്താന്തമെങ്കിലോ കേട്ടാലും ഇന്നടോ സോദരീ തന്നുടേ നാസാകുജങ്ങളെ ഛേദിച്ചതിന്നു ഞാൻ ജാനകീ ദേവിയെ ശ്രീരാമലക്ഷ്മണന്മാരറിയാതെ ആരാമസിമ്പി കൊണ്ടൊന്നു വെച്ചിടിവേൻ. വാഹിനിയിൽ ചിറകെട്ടി കടന്നവൻ പോരിനു വാനര സേനയുമായി വന്നു. പൊന്നാൻ പ്രഹസ്താദികളെ പലരെയോ എന്നെയോ ഇത് മുറിച്ചാങ്കിത ശ്രമം കൊല്ലാതെ കൊന്നയച്ചാലതോ കാരണമല്ലൽ മുഴുത്തു ഞാൻ നിന്നെ ഉണർത്തിനേൻ. മന്നവന്മാരെയും വാനരന്മാരെയും കൊന്നു നീ എന്നെ രക്ഷിച്ചു കൊള്ളേണമേ എന്നതോ കേട്ടു തൊല്ലാൻ കുന്തകർണനും നന്നെത്രയും നല്ലതേ നല്ലുകൾ നല്ലതും നീ തീയതും താൻ അറിയാതവൻ നല്ലതറിഞ്ഞു ചൊല്ലുന്നവർ ചൊല്ലുകൾ നല്ലവണ്ണം കേട്ടുകൊള്ളികിലും നന്നതല്ലാതവർക്കുണ്ടോ നല്ലതുണ്ടാകുന്നു. സീതയെ രാമനു നൽകുമെന്ന് സോദരൻ ചൊന്നാതൻ അതിനു കോപിച്ചു നീ ആട്ടിക്കളഞ്ഞതു നന്നോർത്തുകാൺ. നാട്ടിൽ നിന്നാശു വാങ്ങി ഗുണമൊക്കവേ നല്ലവണ്ണം വരും കാലമല്ലെന്നതും ചൊല്ലാമതുകൊണ്ടതും കുറ്റമല്ലടോ. നല്ലതൊരുത്തരാലും വരുത്താപതല്ലൽ വരുത്തുമാപത്തണയുന്ന നാൾ. കാലദേശാവസ്ഥകളും നയങ്ങളും മൂലവും വൈരികൾ കാലവും വീര്യവും ശത്രുമിത്രങ്ങളും മധ്യസ്ഥപക്ഷവും മത്തപുരുഷകാരാദി ഭേദങ്ങളും നാലുപായങ്ങളോ മാറു നയങ്ങളും മേലിൽ വരുന്നതുമൊക്കെ നിരൂപിച്ചു പദ്യം പറയുമാത്യനുണ്ടെങ്കിലോ ഭർതൃസൗഖ്യം വരും കീർത്തിയും വർദ്ധിക്കും. ഇങ്ങനെയുള്ളൊരമാത്യ ധർമ്മം വെടിഞ്ഞെങ്ങനെ രാജാവിനിഷ്ടമെന്നാലത് കർണസുഖം വരുമാറു പറഞ്ഞുകൊണ്ടനുപമാത്മാഭിമാനവും ഭാവിച്ചു മൂലവിനാശം വരുമാറു നിത്യവും മൂഢരായുള്ളോരമാത്യ ജനങ്ങളിൽ നല്ലതൂ കാഗോളം എന്നതൂ ചൊല്ലുവോരല്ലൽ വിഷമുണ്ടവർക്കെന്നിയില്ലല്ലോ. തമിഴ്നാട് സമിതിക്കും വനിതാ വേദിക്കും സംഘാടക സമിതിക്കും ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ആദ്യമായി നമസ്കാരം. ഇന്ന് എന്നോട് പറയാൻ പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം വിട്ടുപോയ ഒരു ശുഗബ്രാഹ്മണന്റെ പൂർവ്വചരിത്രം പറയാൻ പറഞ്ഞിരിക്കുന്നു. അതൊന്നും തുടങ്ങാം. ശുഗ ഒരു ബ്രാഹ്മണ ശ്രേഷ്ഠനായിരുന്നു. ആ ബ്രാഹ്മണ ശ്രേഷ്ഠൻ വാനപ്രസ്ഥത്തിന്റെ ഭാഗമായി വനത്തിലെത്തുകയും വനത്തിൽ ആശ്രമം കിട്ടി യാഗങ്ങളും ഹോമങ്ങളും നടത്തി മുന്നോട്ട് പോയി ബ്രഹ്മത്വം പ്രാപിക്കുകയും ചെയ്തു. ആ സമയത്ത് ഇതിൽ അസഹിഷ്ണുത പൂണ്ട രാക്ഷസന്മാർ അവരുടെ ചെയ്തികൾ തുടരുന്നതിന്റെ ഭാഗമായി വജ്രദ്രംഷ്ടൻ ഈ ബ്രാഹ്മണ ശ്രേഷ്ഠനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുക. ആ സമയത്താണ് അഗസ്ത്യ മുനി ഈ ബ്രാഹ്മണ ശ്രേഷ്ഠന്റെ ആശ്രമത്തിലെത്തുന്നത്. അഗസ്ത്യമുനി വന്നപ്പോൾ യഥോചിതം സ്വീകരിക്കുകയും അഗസ്ത്യമുനിക്ക് ഭക്ഷണങ്ങൾ കുളിച്ചു വന്ന് കഴിക്കാൻ വേണ്ട ഏർപ്പാടുകളും ചെയ്തു. നദിയിൽ കുളിക്കാൻ പോയ അഗസ്ത്യമുനി നദിയിൽ കുളിക്കാൻ പോയ സമയത്ത് വജ്രദ്രംഷ്ടൻ അവിടെ എത്തുകയും അവിടെ അഗസ്ത്യമുനിയുടെ രൂപം കൊണ്ടെത്തുകയും എനിക്ക് മാംസഭക്ഷണമാണ് വേണ്ടതെന്ന് ബ്രാഹ്മണനോട് ആവശ്യപ്പെടുകയും ചെയ്തു. ബ്രാഹ്മണൻ അത് ബ്രാഹ്മണ പത്നിയോട് പറഞ്ഞതിന് പ്രകാരം ബ്രാഹ്മണ പത്നി ചോദിച്ചു എങ്ങനെയാണ് ഇത് തയ്യാറാക്കുക. ആ സമയത്ത് ബ്രാഹ്മണ പത്നി മാറിക്കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ബ്രാഹ്മണ ശ്രേഷ്ഠന്റെ മുന്നിൽ വജ്രദ്രംഷ്ടൻ ബ്രാഹ്മണ സ്ത്രീയുടെ രൂപം കൊണ്ട് അവിടെ എത്തുകയും മനുഷ്യമാംസം വിളമ്പി വെക്കുകയും ചെയ്തു. അഗസ്ത്യമുനി ആ സമയത്ത് എത്തുകയും ഈ മനുഷ്യമാംസം കണ്ട് കോപാകുലനായി ഈ ബ്രാഹ്മണ ശ്രേഷ്ഠനായ ശുഗൻ രാക്ഷസനായി തീരട്ടെ എന്ന് ശപിക്കുകയും ചെയ്തു. പക്ഷെ താൻ അറിയാതെ ചെയ്ത കുറ്റത്തിന് ശാപമോക്ഷം വേണമെന്ന് ശുഗൻ ആവശ്യപ്പെട്ടതിന് പ്രകാരം ശാപമോക്ഷം എങ്ങനെ കിട്ടുമെന്ന് അറിയിക്കുകയായിരുന്നു. രാക്ഷസനായി ജീവിക്കുന്നതിന് പ്രകാരം ലങ്കയിലെത്തി അവിടെ രാവണന് തത്വോപദേശം കൊടുക്കുമ്പോൾ ആ ശാപമോക്ഷം കിട്ടുമെന്ന് അറിയിക്കുകയായിരുന്നു. ശ്രീരാമചന്ദ്രൻ വാനരപ്പടയോടുകൂടി ലങ്കയിലെത്തുകയും ലങ്കയിൽ
എത്തിയ സമയത്ത് ശുഗൻ ദൂതുമായി അവിടെ എത്തുകയും ആ ദൂത് കഴിഞ്ഞ് തിരിച്ച് പോകുമ്പോൾ അവിടെ എത്തിയ ശുഗൻ രാവണന് തത്വോപദേശം നൽകുകയും ചെയ്യുന്നു. ആ തത്വോപദേശം നൽകുന്നതിന്റെ ഫലമായി ലങ്കയുടെ യുദ്ധാവസാനം ഈ ബ്രാഹ്മണശ്രേഷ്ഠൻ വീണ്ടും പഴയ ബ്രാഹ്മണശ്രേഷ്ഠൻ തന്നെയായി മാറുകയും രാക്ഷസ രൂപത്തിൽ നിന്ന് മാറി ബ്രാഹ്മണശ്രേഷ്ഠനായി മാറുകയും ചെയ്യുന്നു. ഇതാണ് ആ പൂർവ്വവൃത്താന്തം ഉണ്ടായിരുന്നത്. അതിനുശേഷമാണ് ഈ ദൂതുമായി ചെല്ലുന്നതും മറ്റു കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ഇനി നമുക്ക് യുദ്ധ സമയമാണ് പറയേണ്ടത്. യുദ്ധാരംഭത്തിൽ വാനരന്മാരും രാക്ഷസന്മാരും തമ്മിൽ യുദ്ധം ആരംഭിക്കുകയാണ്. ഗദകളും ശൂലങ്ങളും വെൺമഴുക്കളും ആയുധങ്ങൾ അസുരന്മാരുടെ കയ്യിലുണ്ട്. അതിനു പകരമായി രാമചന്ദ്രന്റെ നിർദ്ദേശപ്രകാരം ഈ കവി കുലങ്ങൾ അവർക്ക് വളരെ വളരെ വലിയ വിഷമമുള്ള കാര്യങ്ങളല്ല, തന്ത്രങ്ങൾ പ്രയോഗിച്ച് മാത്രമാണ് യുദ്ധം ജയിക്കുക എന്ന് പറയുന്നുണ്ട്. അതിനെന്താണ് ചെയ്യേണ്ടത്? മരങ്ങൾ കുഴക്കിയും കല്ലുകൾ എറിഞ്ഞും പല്ലും നഖവും ഉപയോഗിച്ച് യുദ്ധം ചെയ്യേണ്ട അവസ്ഥയാണുള്ളതെന്ന് പറഞ്ഞു. അതുപ്രകാരം ഈ രാക്ഷസന്മാർ ഇത്രയും വലിയ ആയുധങ്ങളോടുകൂടി, അത് മാത്രമല്ല വരുന്ന വഴി പല വാനരന്മാരെയും ഭക്ഷിച്ചു തുടങ്ങുകയും ചെയ്തിരുന്നു. ആ സമയത്ത് ഈ വാനരന്മാർ ഈ മരങ്ങൾ പുഴക്കി രാക്ഷസന്മാരോട് യുദ്ധം ചെയ്യുകയാണ്. അതുകൂടാതെ കല്ലുകൊണ്ട് എറിഞ്ഞും അതുപോലെ തന്നെ പല്ലും നഖവും ഉപയോഗിച്ചിട്ട് രാക്ഷസന്മാരുടെ പുറത്തും മുഖത്തുമെല്ലാം മാന്തിയും പറിച്ചും എല്ലാം യുദ്ധം ചെയ്യുകയാണ്. അങ്ങനെയാണ് ആ തന്ത്രങ്ങൾ മുഖാന്തരമാണ് ഈ വാനരപ്പട യഥാർത്ഥത്തിൽ രാക്ഷസന്മാരെ നേരിട്ടത്. ഇതിൽ നമുക്ക് ഇനിയും നമുക്ക് കാണാൻ കഴിയുന്ന ഈ കുരങ്ങന്മാർ രാക്ഷസന്മാരും ഒരുപാട് ആ സമയത്ത് ഒരുമിച്ചാണ് മരിച്ചു വീഴുന്നത്. ഈ യുദ്ധതന്ത്രങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ രാത്രിയായപ്പോൾ യുദ്ധത്തിന് തീഷ്ണത കൂടുകയുണ്ടായി. ആ സമയത്ത് ഇന്ദ്രജിത്ത് ആകാശമാർഗത്തിൽ മറഞ്ഞു നിന്ന് യുദ്ധം ചെയ്യുകയാണ്. ഇന്ദ്രജിത്ത് യഥാർത്ഥത്തിൽ ഇതിനു മുമ്പുള്ള ആ യുദ്ധത്തിൽ പരാജയപ്പെടുകയാണ് ചെയ്തത്. ഇന്ദ്രജിത്ത് ആകാശമാർഗത്തിൽ രാമനെയും ലക്ഷ്മണനെയും നാഗാസ്ത്ര ബന്ധത്തിൽ ആക്കുകയാണ് ചെയ്യുന്നത്. നാഗാസ്ത്രം എന്ന് പറയുമ്പോൾ പാമ്പുകളെ നാഗത്തെ തന്നെ അസ്ത്രമാക്കി എയ്യുന്ന സൂത്രമാണത്. അങ്ങനെ ഈ പാമ്പുകളാൽ ചുറ്റപ്പെട്ട് ഇവർ വിഷാംശം കൊണ്ട് മോഹാലസ്യപ്പെട്ട് വീഴുകയാണ് ചെയ്യുന്നത്. ഈ മോഹാലസ്യപ്പെട്ട് വീണ രാമനും ലക്ഷ്മണനും കുറച്ചു നേരം അങ്ങനെ ഇരുന്ന് കുറച്ച് അല്പനേരം കഴിഞ്ഞപ്പോൾ ഈ ഘോര സർപ്പങ്ങളാണ് ചുറ്റും കിടക്കുന്നത്. ഈ ഘോര സർപ്പങ്ങളെ കൊണ്ട് മൂടപ്പെട്ട് കിടക്കുന്ന ശ്രീരാമനും ലക്ഷ്മണനും അല്പസമയത്തിന് ശേഷം രാമൻ കുറച്ചൊന്ന് കണ്ണു തുറന്നു നോക്കുമ്പോൾ ലക്ഷ്മണൻ അവിടെ ചലനമറ്റ് കിടക്കുന്നതാണ്. ആ സമയത്ത് പറയുകയാണ്, ഈ ചലനമറ്റ് ഞാനെന്തിനാണ് എന്ന് പറഞ്ഞ് രാമൻ വിലപിക്കുകയാണ്. ഈ വിലാപം കേട്ടുകൊണ്ട് വിഭീഷണനും അതുപോലെ തന്നെ സുഗ്രീവനും ഹനുമാനും അംഗദനുമെല്ലാം അവിടെ എത്തി ശ്രീരാമനെ ആശ്വസിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഈ വിലാപങ്ങൾ നടന്ന സമയത്ത് തന്നെ രാവണൻ ഇത് ആഘോഷിക്കുകയാണ്. അവിടുത്തെ ശ്രീലങ്കയിലെ മുഴുവൻ ആഘോഷങ്ങളും രാമനും ലക്ഷ്മണനും വീണു എന്ന് കൊട്ടിഘോഷിക്കുകയാണ്, പെരുമ്പറ കൊട്ടി ആഘോഷിക്കുകയാണ്. ഈ സമയത്ത് അശോകവനിയിൽ ചെന്ന് സീതയോട് പറയുകയാണ്, ഇനി രാമനും ലക്ഷ്മണനും ഇല്ല, നീ എന്റേത് മാത്രമാണ്, അതുകൊണ്ട് നിനക്ക് വേണമെങ്കിൽ രാമലക്ഷ്മണന്മാരെ പോയി കാണാം. സീതയോട് അനുഭാവപൂർവ്വം പെരുമാറുന്ന ത്രിജടയുടെ സഹായത്താൽ ഈ പുഷ്പവിമാനത്തിൽ എത്തിക്കുകയും പുഷ്പവിമാനം നേരെ യുദ്ധ മുഖത്തെത്തുകയും രാമനെയും ലക്ഷ്മണനെയും കാണിച്ചു കൊടുക്കുകയാണ്. അവിടെ വെച്ച് സീത വിലപിക്കുകയാണ്. ജ്യോതിഷികളും മറ്റുമെല്ലാം പറഞ്ഞു, ഞാൻ പട്ടമകക്ഷിയാവും, എനിക്ക് പുത്രന്മാരുണ്ടാവും, എനിക്ക് സൗഭാഗ്യങ്ങൾ ഉണ്ടാവുമെല്ലാമെന്ന്. പക്ഷെ ആ സൗഭാഗ്യങ്ങളുമില്ല, പുത്രന്മാരുമില്ല, ഇപ്പൊ ഭർത്താവ് തന്നെയും നഷ്ടപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ആ സമയത്ത് ത്രിജട പറയുകയാണ്, ഈ പുഷ്പവിമാനം ഒരു ദിവ്യ വിമാനമാണ്, ഈ വിമാനത്തിൽ കയറാൻ കഴിയണമെങ്കിൽ ഭർത്താവുള്ള ഒരു സ്ത്രീക്കേ കഴിയുള്ളൂ. അതുകൊണ്ട് ഇവർ മോഹാലസ്യപ്പെട്ടിട്ടേ ഉള്ളൂ, ഇവർ തിരിച്ചു വരും, ഇവർ യുദ്ധമുഖത്ത് തിരിച്ചു വരും, യുദ്ധത്തിൽ വിജയിക്കും, രാമനും ലക്ഷ്മണനും തിരിച്ചു വരും, സീതയെ കൂട്ടിക്കൊണ്ടുപോകുമെന്ന്. ഇതെല്ലാം കഴിഞ്ഞ് അല്പസമയത്തിന് ശേഷമാണ് ഗരുഡ പ്രമുഖനായ ഗരുഡൻ അവിടെ എത്തുകയും ഗരുഡൻ ഇവരുടെ വിഷാംശമെല്ലാം തന്നെ
തടവിക്കൊണ്ട് മാറ്റിക്കൊടുക്കുകയും ചെയ്യുന്നത്. പുത്രനാണ് ഈ ഗരുഡൻ. അതായത് രാമന്റെയും ലക്ഷ്മണന്റെയും ഒക്കെ സുഹൃത്ത് ബന്ധത്തിൽപ്പെട്ട ഒരു ഗരുഡ സമൂഹമാണത്. ഈ ഗരുഡ സമൂഹത്തിന്റെ പ്രധാനിയാണ് ഈ വിനിതാപുത്രനായ ഗരുഡൻ. ആ ഗരുഡനാണ് ഇവരെ ഈ മോഹാത്സ്യത്തിൽ നിന്ന് ഉണർത്തുകയും ഈ പാമ്പുകളെല്ലാം തന്നെ ഗരുഡനെ കണ്ടപ്പോൾ മാറി മറയുകയും ചെയ്തു. അതിനുശേഷം ഇവർ വീണ്ടും യുദ്ധം ആരംഭിക്കുകയും ആ യുദ്ധത്തിൽ ധൂമ്രാക്ഷനും അതുപോലെ തന്നെ നേരത്തെ ഈ ശുഗനെ മായാവിലാസത്തിൽ അകപ്പെടുത്തിയ വജ്രദ്രംഷനും അവരെല്ലാം തന്നെ ഈ യുദ്ധത്തിൽ പരാജയപ്പെടുകയാണ്. ആ സമയത്താണ് ഇവരെല്ലാം പരാജയപ്പെട്ട് അങ്ങനെ നിൽക്കുമ്പോഴാണ് പ്രഗസ്തൻ എന്ന മന്ത്രി പ്രവരനെ രാവണൻ യുദ്ധത്തിന് നിയോഗിക്കുന്നത്. ആ പ്രഗസ്തന്റെ യുദ്ധത്തിൽ നിരവധി വാനരന്മാർ മരിച്ചു വേണമെങ്കിൽ ശരി, ആ രാക്ഷസ പടയുടെ വജ്രസമാനങ്ങളായ തന്റെ ബാണങ്ങളിൽ ജീവനറ്റു വീഴുന്ന വാനര പരീക്ഷകളെ നമുക്ക് കാണാൻ കഴിയും. പക്ഷെ ആ സമയത്തും നമുക്ക് കാണാൻ കഴിയുന്നത് ഈ രാക്ഷസ പടയുടെ പരാജയമാണ്. അങ്ങനെ പ്രഗസ്തൻ അവിടെ നിന്ന് അപ്രത്യക്ഷമായി അവസാനം മരണത്തിലേക്ക് വീഴുന്ന രംഗമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പൊ പ്രഗസ്തനെയും വധിച്ചു. ഇനി അടുത്തത് ഈ രാവണന്റെ പടപ്പുറപ്പാടാണ്. രാവണൻ അങ്ങനെ പടക്ക് സർവാഭരണ വിഭൂഷിതനായി എല്ലാ ആയുധങ്ങളോടും കൂടി വളരെ വലിയ എല്ലാ പ്രമുഖരോടും കൂടിയാണ് യുദ്ധത്തിന് പോകുന്നത്. ആരെല്ലാം ഉണ്ട്? ഇന്ദ്രജിത്ത് ഉണ്ട്, മറ്റ് വളരെ പ്രമുഖരായ രാക്ഷസ വീരന്മാരുണ്ട്. ഇവരോടുകൂടിയെല്ലാം പോവുകയാണ്. അതിലും അവിടെ വെച്ച് രാവണൻ പരാജയപ്പെടുകയാണ് ചെയ്യുന്നത്. ഈ രാവണൻ പരാജയപ്പെട്ട് കഴിഞ്ഞപ്പോൾ ആ പരാജയത്തിന്റെ ജാള്യതയോടുകൂടി അവിടെ എത്തിയും അമാത്യന്മാരെ വിളിച്ചുകൂട്ടി ആ ഒരു കാര്യാലോചന നടത്തുകയും ചെയ്തു. ആ കാര്യാലോചനയിൽ കുംഭകർണൻ ഉറങ്ങുകയാണെന്നും 6 മാസത്തിൽ ഒരിക്കൽ മാത്രം ഉണരുന്ന കുംഭകർണനെ വിളിച്ചുണർത്തണമെന്നും, കാരണം 6 മാസം കഴിഞ്ഞില്ല, 9 ദിവസം ആയപ്പോഴാണ് ഈ യുദ്ധത്തിന്റെ പ്രശ്നങ്ങൾ വരുന്നത്. അതുകൊണ്ട് ആ 9 ദിവസം കഴിഞ്ഞപ്പോൾ ഈ കുംഭകർണനെ വിളിച്ചുണർത്തുന്ന ഒരു ഏർപ്പാടാണ് ചെയ്യുന്നത്. കുംഭകർണനെ അവിടെ വെച്ച് ഉണർത്താൻ ഇവര് എല്ലാതര ഭക്ഷണ സാധനങ്ങൾ, പന്നി, പോത്ത്, ആട്, ഇതുപോലെയുള്ള വലിയ ഭക്ഷണങ്ങളെല്ലാം കുന്നുകൂട്ടി ഒരുക്കിയിരുന്നു. അത് മാത്രമല്ല ഇവർക്ക് വേണ്ടുന്ന മറ്റു കാര്യങ്ങളും ചെയ്തു. കാരണം എന്താ, ഈ രക്തം കൊണ്ടുള്ള വലിയ കുംഭങ്ങൾ, മാംസം കൊണ്ടുള്ള കുംഭങ്ങൾ, ഇതുപോലുള്ള ഭക്ഷണ സാധനങ്ങൾ. പക്ഷെ ഇതൊന്നുകൊണ്ടും ഇദ്ദേഹം ഉണരുന്നില്ല. ഇദ്ദേഹത്തിന്റെ മൂക്കിൽ വാസന ദ്രവ്യങ്ങൾ വരുത്തി നോക്കി, ഒന്നുകൊണ്ടും ഉണരാത്തത് കൊണ്ട് ഇവരെ മറ്റു മരങ്ങൾ കൊണ്ട് അടിച്ചു നോക്കി, ഇതിലുകൊണ്ടൊന്നും ഇയാൾ ഉണരുന്നില്ല. അതിനുശേഷം ഇയാളെ ഉണർത്താൻ വേണ്ടി ആനകളെ കൊണ്ട് ചവിട്ടിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആനകളെ കൊണ്ട് ചവിട്ടിയപ്പോൾ മാത്രമാണ് ഇദ്ദേഹം കുറച്ചൊന്ന് കണ്ണുകൾ, എന്താണ് എന്നെ ഉണർത്താനുള്ള കാരണം എന്ന് പറഞ്ഞു. ആ കാരണമെല്ലാം പറഞ്ഞപ്പോൾ ഈ യുദ്ധത്തിന്റെ കാര്യങ്ങളും മറ്റു കാര്യങ്ങളും എല്ലാം പറഞ്ഞു. ആ യുദ്ധത്തിന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ രാവണ സന്നിധിയിലേക്ക് ഇദ്ദേഹത്തെ എത്തിക്കുകയാണ്. അവിടെ കനകസിംഹാസനത്തിൽ ഇദ്ദേഹത്തെ ഇരുത്തുകയാണ്. അത് കഴിഞ്ഞ് രാവണൻ പറയാണ്, എന്ന ഇത്തരം കാര്യങ്ങളെല്ലാം സേതുബന്ധനം മുതൽ അതുവരെയുള്ള കാര്യങ്ങളും രാവണന്റെ പരാജയം വരെയുള്ള കാര്യങ്ങളും പറഞ്ഞു. ആ പറഞ്ഞു കഴിഞ്ഞപ്പോ ഇനി എന്നെ രക്ഷിക്കാൻ നിനക്ക് മാത്രമാണ് സാധിക്കുക എന്ന് പറഞ്ഞു. മലയോളം വലുപ്പമുള്ള ഈ കുംഭകർണൻ ആണ് പിന്നെ രക്ഷിക്കാൻ കഴിയുക. ഇന്ദ്രനെ പരാജയപ്പെടുത്തിയതാണ് കുംഭകർണൻ. മറ്റു പലരും അതുപോലെയുള്ള വലിയ പ്രഗത്ഭരെയെല്ലാം പരാജയപ്പെടുത്തി. ഈ കുംഭകർണൻ അവസാനം ഒരു നീതിവാക്യം പറയുകയാണ്. എന്തുകൊണ്ടാണ് രാവണന് ജ്യേഷ്ഠന് ഈ അവസ്ഥ വന്നത്? അന്യന്റെ മുതല്, അന്യന്റെ ഭാര്യ, അന്യന്റെ സർവവും അപഹരിച്ചു കൊണ്ടുവന്നത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു അവസ്ഥ നേരിടേണ്ടി വന്നത്. ആ സമയത്ത് കുംഭകർണനോട് രാവണൻ പറയാണ്, നിന്റെ നീതിവാക്യം കേൾക്കാനല്ല ഞാനിവിടെ വിളിച്ചു വരുത്തിനെ, എന്നെ സഹായിക്കാനാണ്. ഒരു നല്ല ബന്ധു നീതിവാക്യമല്ല ഇപ്പോൾ പറയേണ്ടത്, ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സഹായിക്കണം. ആ ഒരു കാര്യത്തിനാണ് പറയുന്നത്. നിനക്ക് മാത്രമാണ് ഇപ്പോൾ സഹായിക്കാൻ കഴിയാൻ. അങ്ങനെ കുംഭകർണനെ യുദ്ധസന്നദ്ധനായി നിൽക്കുകയും, അപ്പൊ കുംഭകർണൻ പറയുകയാണ്, തിരിച്ചു പറയുകയാണ്, ഞാൻ യുദ്ധസന്നദ്ധനാണ്, യുദ്ധത്തിന് ഞാൻ എത്തുന്നുണ്ട്, യുദ്ധത്തിന് വേണ്ടി ഞാൻ തയ്യാറാകും. പക്ഷേ ഒരു നല്ല ബന്ധു എന്ന് പറയുന്നത് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നവനാണ്.
ആ നല്ല കാര്യമാണ് ഇപ്പോൾ രാവണനോട് ഞാൻ ഉണർത്തിക്കുന്നത്. ഇതാണ് ആ നീതിവാക്യം. ഈ നീതി അത് കഴിഞ്ഞ് കുംഭകർണൻ പിന്നെ വാനര സൈന്യത്തോട് ഏറ്റുമുട്ടുകയും വാനരന്മാർ കുംഭകർണന്റെ ദേഹത്തിൽ മല പോലെ കിടക്കുന്ന കുംഭകർണ ദേഹത്തിലേക്ക് കയറുകയും മൂക്കും വായും എല്ലാം കടിച്ചു പറിക്കുകയും മരങ്ങൾ കൊണ്ട് അടിക്കുകയും അങ്ങനെ അവസാനം കുംഭകർണൻ മരിച്ചു വീഴുകയും ചെയ്യുന്ന ഒരു രംഗമാണ് നമുക്ക് കാണാൻ കഴിയും. ഇതിലെല്ലാം തന്നെ നമുക്കൊരു സന്ദേശം ഉൾക്കൊള്ളുന്നത് ഏത് അശക്തനും ശക്തന്റെ മുന്നിൽ വേണമെങ്കിൽ വിജയിക്കാം. എങ്ങനെ? തന്ത്രങ്ങളും അതിന്റെ നന്മകളും കൊണ്ട്, ധർമ്മങ്ങളും കൊണ്ട്. ആ ധർമ്മമാണ് ഇവിടെ വിജയിച്ചത്. ആ ധർമ്മത്തിന്റെ വിജയമാണ് അവസാനം നമുക്ക് കാണാൻ കഴിയുക. എല്ലാവർക്കും നമസ്കാരം. വയനാടൻ ജെട്ടി സർവീസ് സൊസൈറ്റി തമിഴ്നാടിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിവരുന്ന രാമായണ പാരായണം 26-ാം ദിവസമായ ഇന്ന് 2 സമിതികൾ ചേർന്നാണ് രാമായണ പാരായണം നിർവഹിക്കുന്നത്. പാരായണം നടത്തിയ ശ്രീമതി സത്യഭാമ ടീച്ചർ അവർക്കും അതുപോലെ രാമായണ പാരായണം നടത്തിയ ശിവജ സനീഷിനും കൂടാതെ രാമായണ പാരായണം നിർവഹിച്ച ശ്രീമതി രുക്മണി ടീച്ചർ അവർക്കും തിരുമംഗലം സമിതിയുടെയും വെള്ളച്ചാൽ സമിതിയുടെയും പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. WCSS തമിഴ്നാടിന്റെ പ്രസിഡന്റ് ശ്രീ വേണു മണൽവയൽ അവർക്കും അതോടൊപ്പം വൈസ് പ്രസിഡന്റ് ശ്രീ വിജയൻ ചെറുകുന്ന് അവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. സംഘാടക സമിതി അംഗങ്ങളായ ശ്രീ ശിവദാസൻ കോളിമാട്, ശ്രീ രാജേഷ് പാട്ടവയൽ എന്നിവർക്കും സാങ്കേതിക സഹായം ചെയ്തുകൊണ്ടിരിക്കുന്ന അഭിമന്യു, അഭിനന്ദന എന്നിവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. തമിഴ്നാട് സമിതിയുടെ പോഷക സംഘടനയായ വനിതാവേദി പ്രവർത്തകർക്കും കേന്ദ്ര സമിതി പ്രസിഡന്റ് ശ്രീ ശ്രീധരൻ അമ്പലക്കുണ്ട് അവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. ഇന്ന് ആമുഖം പറഞ്ഞ സത്യഭാമ ഉണ്ണി അവർക്ക് നന്ദി രേഖപ്പെടുത്തുന്നു. ഈ പരിപാടിയിലേക്ക് സ്വാഗതം പറഞ്ഞ തിരുമംഗലം പ്രാദേശിക സമിതി വനിതാവേദി ജോയിന്റ് സെക്രട്ടറി ആയ ശ്രീമതി ധന്യ പ്രസീദ് അവർക്ക് നന്ദി രേഖപ്പെടുത്തുന്നു. വിശദമായ രീതിയിൽ സന്ദേശം നൽകിയ അഡ്വക്കേറ്റ് ശ്രീ അശോകൻ കടലി അവർ നമുക്കൊരു പ്രചോദനമാണ്. അദ്ദേഹത്തിന് WCSS തമിഴ്നാട് സമിതിയുടെ പേരിലും തിരുമംഗലം വെള്ളച്ചാൽ സമിതിയുടെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. ശ്ലോകം അവതരിപ്പിക്കുന്ന അനാമിക അനീഷിനും അനയകൃഷ്ണയ്ക്കും നന്ദി രേഖപ്പെടുത്തുന്നു. ഇന്നത്തെ രാമായണ പരിപാടിയിൽ പങ്കെടുത്ത അംഗങ്ങൾക്കും ശ്രോതാക്കൾക്കും വെള്ളച്ചാൽ തിരുമംഗലം സമിതിയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഞങ്ങൾക്ക് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ അവസരവും പ്രചോദനവും നൽകിയ തിരുമംഗലം സമിതി പ്രസിഡന്റ് ശ്രീ ചന്ദ്രൻ അവർക്കും ജോയിന്റ് സെക്രട്ടറി ശ്രീ രജീഷ് മാസ്റ്റർ അവർക്കും മറ്റു ഭാരവാഹികൾക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ശ്ലോകം ചൊല്ലുവാൻ അനാമിക അനീഷിനെയും അനയകൃഷ്ണയെയും ക്ഷണിക്കുന്നു. ജയ് ശ്രീരാം. നമസ്കാരം. ഞങ്ങൾ ഇന്ന് ആദ്യം കൈലാസനാഥനായ ശിവന്റെ ഒരു ശ്ലോകമാണ് ചൊല്ലുവാൻ പോകുന്നത്. ശിവം ശിവം ശിവകരം ശാന്തം ശിവോത്മാനം ശിവോത്തമം ശിവദോസ്മി പ്രണേതായം പ്രണതോസ്മി സദാശിവം. അടുത്തതായിട്ട് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ഒരു ശ്ലോകമാണ് ചൊല്ലാൻ പോകുന്നത്. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഇനി പ്രഭാതത്തിൽ എണീറ്റ ഉടനെ പാടാൻ ഒരു ശ്ലോകം. कराग्रे वसते लक्ष्मी करमध्ये सरस्वती करमूले स्थिता गौरी പ്രഭാതേ കരദർശനം. രാത്രി ഉറങ്ങുന്നതിന് മുൻപേ ദുസ്വപ്നങ്ങൾ നമ്മെ അലട്ടുവാതിരിക്കാനായിട്ട് ചൊല്ലാനുള്ള ഒരു ശ്ലോകം. രാമസ്കന്ദം ഹനുമന്തം വൈനതേയം ദ്രകോദരം ശയനേ സ്മരേ നിത്യം ദുസ്വപ്നം തസ്യ നശ്യതി. ഉറങ്ങുന്നതിന് മുൻപേ രാമനെയും മുരുകനെയും
ഹനുമാനെയും മഹാവിഷ്ണുവേയും ഭീമനെയും നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ദുസ്വപ്നങ്ങൾ ഒന്നും തന്നെ നമ്മെ അലട്ടുകയില്ല. അപ്പോൾ നമ്മൾക്ക് സുഖമായിട്ട് ഉറങ്ങാൻ സാധിക്കും. നന്ദി, നമസ്കാരം.